നമസ്കാരം. സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും ഓണം പ്രമാണിച്ച് ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, അഡ്വാൻസ് എന്നിവ പ്രഖ്യാപിച്ച് ഉത്തരവ് വന്നതായുള്ള ചാനൽ വാർത്തകളും പത്രവാർത്തകളും ഒക്കെ കാണുമ്പോൾ അറിയാതെ മനസ്സിൽ ചോദിച്ചു പോവുകയാണ്, ഈ മാധ്യമപ്രവർത്തകർ ശരിക്കും മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായി അഭിനയിക്കുകയാണോ എന്ന്. ആ ഉത്തരവിന് അവർ നൽകുന്ന ഹൈപ്പ് അത്രയ്ക്കാണ്. ജീവനക്കാർക്ക് കോളടിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബോണസും അലവൻസും അഡ്വാൻസും, സർക്കാർ ജീവനക്കാർക്ക് ഓണം പൊടിപൊടിക്കാം. ഇങ്ങനെയൊക്കെയാണ് അവരുടെ വെണ്ടയ്ക്ക ഹെഡിങ്ങുകൾ. ഒരു ചാനൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും 1000 രൂപ വീതം ബോണസിലും അലവൻസിലും വർദ്ധിപ്പിച്ചു എന്നാണ് അവർ ലീഡ് വാർത്തയായി നൽകിയത്. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഈ ഒരു ഉത്തരവിന് നൽകുന്നത്? ലക്ഷ്യമൊന്നു മാത്രമാണ്, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ സർക്കാർ ജീവനക്കാർക്കെതിരാക്കി ഒറ്റപ്പെടുത്തുക. ജനത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ കണ്ണിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു ക്രീമി ലെയറിൽ വരുന്ന വിഭാഗമാണ്, സ്ഥിര വരുമാനമുള്ള ഏക വിഭാഗം. അവർക്കിങ്ങനെ വാരിക്കോരി കൊടുക്കുന്നു എന്ന വാർത്ത സ്വാഭാവികമായും സർക്കാർ ജീവനക്കാർക്കെതിരെ ചിന്തിക്കാൻ പൊതുജനത്തെ പ്രേരിപ്പിക്കും. ഈ സാഹചര്യത്തിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് ചൂണ്ടിക്കാണിക്കുക. ആരൊക്കെയാണ് ഈ ബോണസിന് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ അലവൻസിന് അർഹതപ്പെട്ടവർ? അഡ്വാൻസിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെ എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പത്ര ചാനൽ വാർത്തകളിൽ ഏറ്റവും അധികം പ്രാധാന്യം ബോണസിനും അലവൻസിനുമാണ്. ഈ ബോണസ് അല്ലെങ്കിൽ അലവൻസ് ഇതെല്ലാവർക്കും കിട്ടുമോ? ഇല്ല. ഈ ബോണസായ 4500 രൂപ ലഭിക്കുന്നവർക്ക് അലവൻസായ 3000 രൂപ ലഭിക്കില്ല. വാർത്ത കണ്ടാൽ ആദ്യം തോന്നുന്നത് എന്താണ്? 4500 രൂപ ബോണസും 3000 രൂപ അലവൻസും ചേർന്ന് 7500 രൂപ ഒരു ജീവനക്കാരന് ലഭിക്കും. പിന്നെ അഡ്വാൻസായി ഒരു 20000 രൂപ കൂടി ലഭിക്കുമെന്നാണ്. അതായത് 27500 രൂപ കൊണ്ട് ഇവന്മാരെല്ലാം കൂടി ഓണം അടിച്ചു പൊളിക്കാൻ പോവുകയാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചാനലുകളും പത്രങ്ങളുമൊക്കെ വാർത്ത നൽകുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് നോക്കാം. ബോണസ് കിട്ടണമെങ്കിൽ അവരുടെ ആകെ ശമ്പളം കഴിഞ്ഞ മാർച്ച് 31, അതായത് 2026 മാർച്ച് 31 49,275 രൂപയിൽ താഴെയായിരിക്കണം. ആകെ ശമ്പളമാണ്. ഈ ആകെ ശമ്പളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അയാളുടെ ബേസിക് പേ, 35% വരുന്ന DA, അയാളുടെ ഒരു പേഴ്സണൽ പേ ഉണ്ടെങ്കിൽ അത്, പല റിസ്കുകളും എടുത്ത് ജോലി ചെയ്യുന്നതിന് സർക്കാർ കൊടുക്കുന്ന ചില അലവൻസുകളുണ്ട്, റിസ്ക് അലവൻസുകൾ, അതുപോലെയുള്ള ചില സ്പെഷ്യൽ അലവൻസുകൾ, ഒരു സ്പെഷ്യൽ പേ ഉണ്ടാകും, പേഴ്സണൽ പേ ഉണ്ടാകും. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന തുകയാണ് എത്ര? 49,275 രൂപ. ഇത്രയും തുകയ്ക്ക് താഴെ ശമ്പളമുള്ളവർക്ക് എന്തിനർഹതയുള്ളൂ? ബോണസിന് അർഹതയുള്ളൂ. അതായത് നമ്മൾ പൊതുവായി പറഞ്ഞാൽ ഒരു 37,000 രൂപയിൽ താഴെ ബേസിക് പേ ഉള്ള ഒരാൾക്കാണ് ഈ 4,500 രൂപ ബോണസായിട്ട് ലഭിക്കുന്നത്. അവർക്ക് അലവൻസായ 3000 രൂപ കിട്ടത്തുമില്ല. ഈ 4,500 രൂപ മാത്രമാണ് അവർക്ക് ആകെ കിട്ടുന്ന അധിക തുക. ഇത് വച്ചാണ് ചാനലുകാരുടെ ഭാഷയിൽ ഓണം അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ആരാണ്? ഈ 49,275 രൂപ ആകെ ശമ്പളത്തിൽ താഴെയുള്ള ജീവനക്കാർ മാത്രം. ഇത് ആകെയുള്ള ജീവനക്കാരുടെ ഒരു 10% പോലും വരില്ല. അവർക്കാണ് ഈ 4,500 രൂപ ബോണസായിട്ട് ലഭിക്കുന്നത്. ബാക്കി 90%നും ലഭിക്കുന്നത് അലവൻസ് മാത്രമാണ്. ഈ 4,500 രൂപ ബോണസ് ലഭിക്കണമെങ്കിലും ചില നിബന്ധനകളുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും തുടർച്ചയായ സർവീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാർച്ച് 31, 2026 മാർച്ച് 31 അദ്ദേഹം സർവീസിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോണസ് ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു സർക്കാർ ഉത്തരവുണ്ട്. ആ ഉത്തരവിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. അത് നോക്കിയാൽ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 10%-ത്തിൽ താഴെ മാത്രം വരുന്ന ജീവനക്കാർക്ക് ലഭിക്കുന്ന 4,500 രൂപയാണ് മുഴുവൻ ജീവനക്കാർക്കും ബോണസ് ലഭിക്കുന്നു എന്ന അർത്ഥം ധ്വനിപ്പിക്കത്തക്ക രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഫെസ്റ്റിവൽ അലവൻസിൻ്റെ കാര്യം നോക്കാം. ഈ ഫെസ്റ്റിവൽ അലവൻസ് എത്രയാണ്? 3000 രൂപയാണ്. ഈ 3000 രൂപ കിട്ടുന്നവർക്ക് ബോണസായ 4,500 രൂപ കിട്ടില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ 3000 രൂപ ഉത്സവബത്ത് ലഭിക്കുന്നത്? ബോണസ് ലഭിക്കാത്ത സർക്കാർ ജീവനക്കാർ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് വിപ്പ് എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫ്, 1ാം ഓണത്തിന് സർവീസിൽ ഉണ്ടായിരിക്കുകയും 4ാം ഓണത്തിനും സർവീസിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുമുള്ള എംപ്ലോയ്മെൻറ്റ് വഴി നിയമനം കിട്ടിയ ജീവനക്കാർ, ശ്രീചിത്ര ഹോമിലെ ജീവനക്കാർ, ചില വിഭാഗം ഓണററി ജീവനക്കാർ,
ഗവൺമെൻറ് പ്ലീഡർമാർ തുടങ്ങിയവർക്കാണ് ഈ 3000 രൂപ ഓണം അലവൻസായി ലഭിക്കുക. അപ്പോൾ അവർക്ക് ഓണം അടിച്ചു പൊളിക്കാൻ ആകെ കിട്ടുന്ന എത്രയാണ്? ഈ 3000 രൂപയാണ്. അല്ലാതെ ബോണസ് 4500-ഉം ഈ 3000-വും ചേർത്തുള്ള 7500 അല്ല. ഇനി മറ്റു ചില വിഭാഗങ്ങൾക്ക് ഓണം പൊടിപിടിക്കാൻ കിട്ടുന്ന അലവൻസുകൾ കൂടി ഒന്ന് പറഞ്ഞിട്ട് ഓണം അഡ്വാൻസ് എന്ന ആ മഹാസംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫെസ്റ്റിവൽ അലവൻസിൽ 3000 അല്ലാതെ അതിന് താഴെ കിട്ടുന്ന ചില വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ആശാപ്രവർത്തകരുണ്ട്. അവർക്ക് 1450 രൂപയാണ് ഉത്സവബത്ത. SC/ST പ്രൊമോട്ടർമാർക്ക് 10 രൂപ കൂടി ചേർത്ത് 1460 രൂപ കിട്ടുന്നുണ്ട്. അംഗൻവാടി ബാലവാടി അധ്യാപകർ, ആയമാർ, ഹെൽപ്പർമാർ ഇവർക്കും 1450 രൂപയാണ് ഫെസ്റ്റിവൽ അലവൻസായി നൽകുന്നത്. വർഷം മുഴുവൻ പാലിയേറ്റീവ് രോഗികളെ അവരുടെ വീടുകളിലെത്തി പരിചരിക്കുന്ന പാലിയേറ്റീവ് നഴ്സുമാർക്ക് 1450 രൂപയാണ് ഫെസ്റ്റിവൽ അലവൻസ്. സ്കൂൾ കൗൺസിലർമാരുണ്ടല്ലോ, അവർക്ക് 1390 രൂപ. പ്രീ പ്രൈമറി സ്കൂളുകൾ, ഇപ്പോൾ PTA നടത്തുന്ന പ്രീ പ്രൈമറി സ്കൂളുകളുണ്ട്, അവിടുത്തെ ഓണറേറിയം സ്റ്റാഫ് അവർക്ക് 1350 രൂപ കിട്ടും. പ്രേരക്മാർക്കും കഷായ ജീവനക്കാർക്കുമൊക്കെ കിട്ടുന്നത് 1250 രൂപയാണ്. ഇനി നമുക്ക് പെൻഷൻ പറ്റിയ ജീവനക്കാരുടെ കാര്യം നോക്കാം. പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാർക്ക് 1250 രൂപയാണ് ഓണം അടിച്ചു പൊളിക്കാനായിട്ട് ലഭിക്കുന്നത്. ഈ കിട്ടുന്നത് കുറവ് എന്ന അർത്ഥത്തിലല്ല കേട്ടോ ഈ തുകകൾ ഇവിടെ പറയുന്നത്. ചാനലുകളും പത്രങ്ങളും നടത്തുന്ന ദുഷ്പ്രചരണത്തിൻ്റെ വാസ്തവം എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് മാത്രമാണ് വർക്കിംഗ് ക്ലാസ് ഉദ്ദേശിക്കുന്നത്. ഈ പെൻഷൻകാരുടെ കാര്യത്തിൽ 31/3/26 അതിന് മുൻപോ പെൻഷൻ പറ്റിയ ആൾക്ക് 2025-26 സാമ്പത്തിക വർഷത്തിൽ 6 മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസ് ഉണ്ടെങ്കിലും മേൽപ്പറഞ്ഞ ശമ്പള പരിധി, അതായത് നമ്മൾ പറഞ്ഞ ബോണസിനുള്ള ശമ്പള പരിധിക്ക് അകത്താണെന്നുണ്ടെങ്കിൽ ബോണസും, അല്ല എന്നുണ്ടെങ്കിൽ 3000 രൂപ തന്നെ ഉത്സവബത്തയും ലഭിക്കും. അടുത്ത മഹാസംഭവമാണ് ഓണം അഡ്വാൻസ്. അതെത്രയാണ്? 20,000 രൂപ. ഇത് ആവശ്യമുള്ളവർക്ക് 1000 രൂപ മുതൽ മുകളിലോട്ട് 1000ൻ്റെ ഗുണിതങ്ങളായിട്ട് 20,000 രൂപ വരെ എടുക്കാൻ പറ്റും. അഡ്വാൻസ് ആയിട്ട് എടുക്കാം. 1000 എടുക്കാം, 2000 എടുക്കാം, 5000 എടുക്കാം, 10,000 എടുക്കാം, 20,000 എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. അത് 20,000 രൂപ വരെ അഡ്വാൻസ് എടുക്കാം. എത്ര എടുത്താലും ഇത് ഒക്ടോബർ മാസം മുതൽ 5 തുല്യ ഗഡുക്കളായിട്ട് തിരിച്ചടയ്ക്കണം. ഇപ്പോൾ 20,000 രൂപ അഡ്വാൻസ് എടുക്കുന്ന ഒരാൾ ഓരോ മാസവും 4,000 രൂപ അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് തിരിച്ചടയ്ക്കണം. ഇപ്പോൾ 10,000 രൂപയാണ് ഒരാൾ അഡ്വാൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അയാൾ 2,000 രൂപ വെച്ച് 5 മാസം തിരിച്ചടയ്ക്കണം. അപ്പോൾ എത്ര എടുത്താലും എന്ത് ചെയ്യണം? 5 മാസം കൊണ്ട് തിരിച്ചടച്ചിരിക്കണം. ഇപ്പോൾ 20,000 രൂപ അഡ്വാൻസ് എടുത്ത ഒരാൾ ഒരു മാസം അടയ്ക്കേണ്ടത് 4,000 രൂപയാണ്. എണ്ണിച്ചുട്ടപ്പം പോലെ കിട്ടുന്ന ശമ്പളം, അതിൽ നിന്ന് ഓരോ മാസവും 4,000 രൂപ കുറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ 4,000 രൂപ കുറയുമ്പോഴുള്ള അപകടം അവർക്കറിയാം. അങ്ങനെ അറിയാവുന്നവർ എന്ത് ചെയ്യും? ഈ അഡ്വാൻസ് എടുക്കാനേ പോവില്ല. എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം ജീവനക്കാരും ഇപ്പോൾ ഈ 20,000 രൂപ അഡ്വാൻസ് എടുക്കാറില്ല എന്നാണ്. കാരണം അവർക്ക് മാസം കിട്ടുന്ന നെറ്റ് സാലറിയിൽ നിന്നാണ് 4,000 രൂപ കുറയുന്നത്. 5 മാസം ഇത് കുറയുമ്പോൾ അത് മറ്റു പല രീതിയിലുള്ള കടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ പലരും ഈ അഡ്വാൻസ് എടുക്കാറില്ല. പിന്നെയുള്ള ഏക ആശ്വാസം ഇതിന് പലിശ കൊടുക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ 5 മാസത്തേക്ക് നമുക്ക് 20,000 രൂപ പലിശയില്ലാതെ ലോണായി കിട്ടുന്നു. പക്ഷേ 5 മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കണം, അത്രയേ ഉള്ളൂ. ഈ അഡ്വാൻസ് പാർട്ട് ടൈം ജീവനക്കാർക്ക്, അതുപോലെ തന്നെ അംഗൻവാടി ജീവനക്കാർക്ക്, ഇവർക്കൊക്കെ കിട്ടും. പക്ഷേ അവർക്ക് പരമാവധി 6,000 രൂപയെ ലഭിക്കുകയുള്ളൂ. അവരും എന്ത് ചെയ്യണം? 5 മാസം കൊണ്ട് തുല്യ ഗഡുക്കളായിട്ട് ഇത് അടച്ചു തീർക്കണം. ഇനി ആഴ്ച ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് അഡ്വാൻസ് കിട്ടുകയാണെങ്കിൽ അവർ 21 ആഴ്ചകൾ കൊണ്ടാണ് ഇത് അടച്ചു തീർക്കേണ്ടത്. ഈ ഓഫീസുകളിൽ അഡ്വാൻസും അലവൻസും അതുപോലെ തന്നെ ബോണസും ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ജീവനക്കാരുണ്ടല്ലോ, അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. സ്പാർക്കിൽ എങ്ങനെയാണ് ഈ ഫെസ്റ്റിവൽ അലവൻസ്, അഡ്വാൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോ വളരെ വിശദമായി തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ ആണെങ്കിലും അതിൽ വർഷം മാത്രമേ മാറുന്നുള്ളൂ, മറ്റൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നോക്കി നിങ്ങൾക്കത് പ്രോസസ്സ് ചെയ്യാൻ കഴിയും. ഈ ബോണസ് ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം സ്പാർക്കിൽ തന്നെ കണക്ക് കൂട്ടി അങ്ങനെ അർഹതപ്പെട്ടവർക്ക് ബോണസും അല്ലാത്തവർക്ക് അലവൻസുമായിട്ട് 2 കാറ്റഗറി ആയിട്ടായിരിക്കും അത് പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത്. അതെല്ലാം ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, മുകളിലുള്ള ഐ ബട്ടണിലും നിങ്ങൾക്കത് കാണാൻ കഴിയും. സമയം കിട്ടുകയാണെങ്കിൽ പുതിയ രീതിയിൽ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ചില തിരക്കുകൾ കൊണ്ടാണ് ആ പുതിയ വീഡിയോയിലേക്ക് പോകാൻ കഴിയാത്തത്. സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് എന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കറ്റുകൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാകും. അതാണ് അതിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കിട്ടുന്നത് കുറവാണെന്നുള്ള ഒരു പരാതി ബോധിപ്പിക്കാനല്ല ഈ വീഡിയോ ചെയ്തത്. വ്യാജ പ്രചരണങ്ങളിലൂടെ
സർക്കാർ ജീവനക്കാർ ഏതോ ദന്തഗോപുരവാസികളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ചില ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ ഒരു സർക്കാർ ജീവനക്കാരൻ്റെ പക്ഷത്തു നിന്നുള്ള അഭിപ്രായ പ്രകടനമായിട്ട് മാത്രം ഈ വീഡിയോയെ കാണുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് സഭ്യമായ ഭാഷയിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലും എത്തട്ടെ. എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് ജനങ്ങൾ അറിയട്ടെ. അതിനുവേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വർക്കിംഗ് ക്ലാസ് ചാനലിനെ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്